ഹായ് ഫ്രണ്ട്സ്, ഇത് ന്യൂസിലാൻഡ് സിറ്റിസൺ ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് പോകാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ പേരെ വിളിച്ചു ചോദിച്ചെങ്കിലും ആർക്കും അങ്ങനെ കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. രണ്ട് ഓപ്ഷനാണ് മെയിനായിട്ട് കാണിക്കുന്നത്, എൻട്രി വിസയും ഇ വിസയും. അപ്പോൾ നമ്മൾ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ വെല്ലിംഗ്ടൺ സൈറ്റിൽ നോക്കുമ്പോൾ വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എൻട്രി വിസ എന്നുള്ള ഓപ്ഷനാണ് അവർ കാണിക്കുന്നത്. ഈ എൻട്രി വിസ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി ഈ എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ചില ഡോക്യുമെൻറ്റ്സ് നമുക്ക് 1 MB താഴെ ആയിരിക്കും അപ്ലോഡ് ചെയ്യേണ്ടത്. അത് JPG ഫോർമാറ്റിലായിരിക്കും. ചില ഡോക്യുമെൻറ്റ്സ് PDF ഫോർമാറ്റിൽ, പക്ഷേ അത് 250 അല്ലെങ്കിൽ 500 KB താഴെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെ വേറൊരു ഫോം എനിക്ക് കിട്ടാണ്ട് വന്നു. ഒരു ഡിക്ലറേഷനാണ്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് സാധനം നമ്മുടെ വെബ്സൈറ്റിലൊന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഹൈ കമ്മീഷനിൽ വിളിച്ചു. ഹൈ കമ്മീഷനിലെ ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയതുകൊണ്ട് അതും അവിടെ കിട്ടിയില്ല. പിന്നെയാണ് ഞാൻ ഇ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കിയത്. ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഡൗട്ടായി. കാരണം അതിനകത്ത് ചോദിക്കുന്നത് നിങ്ങൾ മുമ്പ് ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നമുക്ക് എസ് ആണല്ലോ. പക്ഷേ എസ് അടിക്കുമ്പോൾ നമ്മൾ മുമ്പത്തെ വിസ ഏതാണ്, വിസയുടെ വിസ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ കുറച്ച് ഡൗട്ടായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ചിലപ്പോൾ അത് സിറ്റിസൺ ആയതിനു ശേഷം ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് നോ അടിച്ചു. നോ അടിച്ച് കഴിഞ്ഞ് ഞാൻ ഫില്ല് ചെയ്തു. കിട്ടുമെന്ന് ഭയങ്കര സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു 72 ഹവേഴ്സാണ് പറയണേ. ഒരു 3-4 ദിവസത്തിനുള്ളിൽ വിസ വന്നു. അപ്പോൾ വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക് ഇ വിസയും കിട്ടും. കുറേ പേർക്ക് അത് ഡൗട്ടായിരുന്നു. ഞാൻ ചോദിച്ചവർക്ക് മൊത്തം ഡൗട്ടായിരുന്നു. ആകെ ഒരാളെങ്ങാണ്ടൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ ഇ വിസയും കിട്ടും. അത് ഈസിയാണ്. ആകെ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ പാസ്പോർട്ടും ഫോട്ടോയും മാത്രമാണ്. പക്ഷേ എൻട്രി വിസ ആണെങ്കിൽ കുറേ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. പ്രോസസ്സിങ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുത്ത് നമ്മൾ അയക്കണം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അത് തിരിച്ചയക്കണം. ഇ വിസ ആയിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താങ്ക് യു.